തിരക്ക്. ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല സംസാരിക്കാൻ. ഓക്കെ. അപ്പം ഇത് പറയുന്ന ഒരു എക്കോ ടൂറിസം പോയിൻ്റാണ്. വെള്ളച്ചാട്ടമാണ് ഇവിടെ മെയിൻ. എനിക്കൊന്ന് 3 വെള്ളച്ചാട്ടമുണ്ട്, 1, 2, 3. അതിൽ ഇപ്പം അവിടെ കണ്ടതനുസരിച്ച് 2ലേക്കും 3ലേക്കുള്ള പ്രവേശനം 1 മണിക്കും രാവിലെ 11 മണിക്കും മാത്രമായിരിക്കും. 3 മണി വരെ ഉണ്ടാവുള്ളൂ പ്രവേശനം. അപ്പം വരുന്നവർ അതിന് റെഡിയായി വരിക. 40 രൂപയാണ് അഡൾട്ട്സിന്, കുട്ടികൾക്ക് 10 എങ്ങാനുള്ളൂ തോന്നുന്നു. കുളിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇവർ ഇത്ര പൈസ മേടിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ കയറണം, അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇതിങ്ങനെ കയറി. എനിക്കൊന്ന് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് 1ാമത്തെ ഇവിടെ തന്നെയാണ്, പക്ഷേ 2ാമത്തെയും 3ാമത്തെയും വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കയറണം, ഹൈക്ക് ചെയ്യണം. അത്യാവശ്യം ഉണ്ട്, ജസ്റ്റ് 2, 3, 4 കിലോമീറ്റേഴ്സ് ഉണ്ട് മുകളിലേക്ക് കയറാൻ. ഇവിടെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വൃക്ഷങ്ങളുണ്ട്. എല്ലാം ഇവരിങ്ങനെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വെള്ളച്ചാട്ടമായിട്ട്. അവിടെ നമുക്ക് കുളിക്കാം, അതിന് മുകളിലേക്കൊന്നും കുളിക്കാൻ പറ്റില്ലായിരിക്കും. ഇവിടെ ഞാൻ പണ്ടും വന്നിട്ടുണ്ട്, പക്ഷേ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഒരു 14 വയസ്സൊക്കെ ഉള്ളപ്പം, 14, 15, 16 ആ ഒരു ഏജുള്ള സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. അന്നും എനിക്കൊന്ന് 2ാമത്തെ വെള്ളച്ചാട്ടം വരെ കയറി, അതിന് മുകളിൽ പോയിട്ടില്ല. അന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും വീട്ടുകാരൊക്കെ കൂടെ വന്നത്. പിന്നെ കൂടുതലും ഇവിടെ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 1ാം വളവിലെത്തും. വയനാട് അടിവാരം കയറി ചുരത്തിൻ്റെ 1ാം വളവിലേക്ക് ഈ റോഡ് ഇങ്ങനെ എത്തും, തുഷാരഗിരി വഴി പോയാൽ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ അതാണ് എളുപ്പം, ഞങ്ങളതിലേക്കും പോവാം. പിന്നെ റോഡിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തുഷാരഗിരി ഈ വെള്ളച്ചാട്ടം കാണില്ല, വേറൊരു ചെറിയ സബ്ബായിട്ടുള്ളൊരു സാധനം താഴെ നിന്ന് നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ മെയിനായിട്ട് ഉരുളുപൊട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻട്രി ഒന്നും ഉണ്ടാകത്തില്ല. ഈ ടൈമിലൊക്കെ ഇവിടെ എൻട്രി ഉണ്ട്, കുഴപ്പമില്ലാതെ തണുപ്പുണ്ട്. പക്ഷേ വെയിലത്ത് ഇറങ്ങിയ വെയിലാണ്, ചൂടുണ്ടാവും. ഫുള്ള് മരത്തോണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 11 മണിക്ക് പിന്നെ 1 മണിക്ക് മാത്രമേ അതിന് മുകളിലേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ അവിടെ ആനയും പുലി അങ്ങനെയുള്ള വന്യജീവികളുടെ ഒക്കെ ആക്രമണങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും റെസ്ട്രിക്ഷൻസ്. പണ്ട് ഇവിടെ വന്നപ്പം ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ റോഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വേറെ എക്സ്ട്രാ റോഡ് വിത്ത് കല്ല്. ഇവിടെ ഒരു മരം. പറ്റിയ സംഭവമൊക്കെ ഉണ്ട് അവിടെ. അവിടെ കാര്യമായിട്ടൊന്നുമില്ല, ഈ മരം കാണാനാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ഇത്രയേ ഉള്ളൂ. ഇത് വേറൊരു വ്യൂവാ. ഇതിലങ്ങനെ താഴേക്കൊക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു പ്രൈവറ്റ് പൂള് പോലെ അല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താണോ
അതിൽ അങ്ങോട്ട് ഇനി രണ്ടാമത്തെ വെള്ളച്ചാട്ടം അത് ക്ലോസ് ചെയ്ത് വെച്ചപ്പം എന്താണാവോ ഇതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. അപ്പം നിർഭാഗ്യവശാൽ അങ്ങോട്ടേ ഇതുള്ളൂ. സോറി ഗൈസ്, നമ്മൾ ട്രക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന് നടന്നില്ല. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ 11 മണിക്ക് 1 മണിക്ക് ഇവിടുന്ന് ഒരു ഗൈഡ്, ലോക്കൽ ഗൈഡ് ഉണ്ടാവും നമ്മുടെ കൂടെ. അവർ നമ്മുടെ ഗൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. അത് കൃത്യം 1 മണിക്കും 11 മണിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ 2 ട്രിപ്പ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. സോ രണ്ടാമത്തേതിലേക്കും ഒന്ന് കയറാം, 2ലേക്കും 3ലേക്കും കയറണം എന്നുള്ളവർ കൃത്യ ടൈമിലൂടെ വരിക, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനിപ്പോൾ എക്സ്ട്രാ ഫീ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാനത് ചോദിക്കാൻ പോയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇത്രയേ കാണാൻ പറ്റിയുള്ളൂ. വിഷമമൊന്നുമില്ല. പിന്നെ പണ്ട് വന്നപ്പം ഫ്രീ ആയിരുന്നു കേട്ടോ, നമ്മൾ കയറിപ്പോയി മുകളിലൊക്കെ കാണാനും. അപ്പം അങ്ങനല്ല, മേ ബി ഉരുൾപൊട്ടിയതിന് ശേഷം സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ടാവും, സുരക്ഷാ വലയൊന്നും ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇതിൽ കാണാം. ആക്ച്വലി നമ്മൾ തുഷാരഗിരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ എങ്ങാനും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ. ഇത് കുറച്ച് ഒരു റോഡ് സൈഡിൽ തന്നെയാണ്, അടിവാരത്തേക്ക് കാണാൻ പറ്റും. ഈ റോഡ് നേരെ ചെല്ലുന്നത് 1-ാം വളവിലേക്കാണ്. ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ തുഷാരഗിരി വന്നിട്ട് അങ്ങനെ പോയാൽ 1-ാം വളവിലെത്തും. സച്ച് നൈസ് വ്യൂ.